നമുക്ക് ഭാഗ്യമുണ്ട്. അങ്ങനെ അന്ന് നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല. കാരണം കൊച്ചു പിള്ളേരൊക്കെ ഈ മാവിൻ്റെയൊക്കെ ചോട്ടിൽ വന്ന അവസ്ഥ അറിയാലോ. അവര് ഇറങ്ങിക്കേട്ട് പറക്കിക്കൊണ്ട് പോവും. അങ്ങനെ അതൊക്കെ പറക്കൊണ്ട് വന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം കുഞ്ഞുണ്ണിയുടെ കൂടെ കളിച്ചു. ആദ്യം ഇങ്ങനെ അവൻ്റെ പുറകേ ഓട്ടമാണ് കേട്ടോ. അവനിങ്ങനെ അധികം തുറന്നു വിടാറില്ല. ഇത് കണക്ക് വൈകുന്നേരം എങ്ങാനും കുറച്ച് നേരം ഇറക്കി കളിപ്പിക്കാറേ ഉള്ളൂ. ഞാൻ പോരുന്ന ദിവസം അനുജത്തിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അങ്ങനല്ലേ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മൾ സന്തോഷമുള്ള മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്യാറുള്ളൂ. സങ്കടമുള്ള മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴേ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. സന്തോഷമുള്ളത് കണ്ടിട്ട് തന്നെ വിഷമമാണ്. അപ്പോൾ സങ്കടമുള്ള എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. അങ്ങനെ ആദ്യം കുഞ്ഞുണ്ണി ഏട്ടോടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഓടി ഹോം സ്റ്റേ കയറിയപ്പോഴത്തേക്ക് അണ്ണൻ അവന്